നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീ സമത്വവും ശാക്തീകരണവും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ആഘോഷിക്കപ്പെടുന്ന ദിവസം. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഇവിടുത്തെ ഒരു ജീവനക്കാരിയാണ്. നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വനിതാ ദിനം വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു കൗതുകകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോലി ചെയ്യുന്ന കുറേ അധികം ഡോക്ടേഴ്സ് കപ്പിൾ ഡോക്ടേഴ്സാണ്. അതായത് ഭാര്യയും ഭർത്താവും ഒരേ ഹോസ്പിറ്റലിൽ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളിലും ഇത്തരം കപ്പിൾ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വനിതാ ദിനം ഈ ഒരു കപ്പിൾ ഡോക്ടേഴ്സിന്റെ ഒപ്പം മെയിൻ ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാലോ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ വളരെ ഫണ്ണി ആയിട്ട് അവരുമായിട്ടൊരു ചിറ്റ് ചാറ്റ് ഷോ. ലെറ്റ്സ് ഗോ. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ. എന്തൊരു ചന്തവാ! അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം. ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഹായ് ഡോക്ടർ അജോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡോക്ടർ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഞാൻ ഡോക്ടർ അജോ കെ ജോസ്, തൊടുപുഴ BMHലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റാണ്. സാറിന്റെ വൈഫ് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഓഫ്താൽമോളജിയിൽ വർക്ക് ചെയ്യുന്നു, ഡോക്ടർ നിമ്മി മെറിൻ. 5 വർഷത്തിന് മേലെയായി വർക്ക് ചെയ്യുന്നു. 3 പെൺകുട്ടികൾ. അതെ. നിമ്മി മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഭക്ഷണം? എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. എന്നാലും ഒരു ഫേവറേറ്റ്? ബിരിയാണി. ബിരിയാണി. ഓക്കെ. ഒരു ഹോബി, മാഡത്തിന്റെ ഒരു ഹോബി? ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ്. സ്റ്റിച്ചിങ്. അത് സർപ്രൈസിങ് ആട്ടോ നമുക്കും. താങ്ക് യു സാർ. ഞാനിങ്ങനെ ഇപ്പോഴും മൈക്കിംഗ് കൊണ്ട് നടക്കാറില്ല. സൗണ്ടടെ പറഞ്ഞു 2 ദിവസമായിട്ട്. പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. പറഞ്ഞിട്ട് വരണമെന്നോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഹാപ്പി വിമൻസ് ഡേ. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം. മാഡത്തിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഫുഡോ? മേ ബി ബിരിയാണി. എനിക്ക് പുതിയായിട്ട് പാടില്ല. സാറിനോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞ് കുഴിമന്തി എന്നുള്ളൂ. അറിയത്തില്ല, കുഴിമന്തി ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം. മാഡത്തിന്റെ ഹോബി എന്താണ്? ഹോബി ഫ്രീ ടൈം അല്ലേ? ഫ്രീ ടൈം. ഹോം ഡെക്കേഴ്സ്. ഉറപ്പാണോ? ഒരു അവസരം കൂടെ തരും എന്തായാലും അത് തന്നെ, എനിക്ക് ഇഷ്ടമുള്ള സംഭവം അതാണ്. ഇത് ഇദ്ദേഹം ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, ഇവിടുത്തെ ഓർത്തോപീഡിക് സർജനാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ വൈഫും ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡെർമറ്റോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുകയാണ്, ഡോക്ടർ ആൻ. വെല്ലുവിളിയാണ്. മേഡത്തിന് സാർ അവസാനമായിട്ട് കൊടുത്ത സമ്മാനം, ഗിഫ്റ്റ് എന്തായിരുന്നു? എൻ്റെ അവസാനം 3ാമത്തെ കൊച്ചായിരിക്കും. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അപ്പോൾ ഓക്കെ, അത് തന്നെയാണോ മേഡത്തിനും സമ്മാനമായിട്ട് സ്വീകരിക്കാനുള്ളത്? നമുക്ക് മേഡത്തിനോട് ചോദിക്കാം. സൽവാർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സൽവാർ ആണെന്നാണ് ഓർമ്മ. മേഡം കാർ ഓടിക്കുമ്പോൾ സാറ് റിലാക്സ്ഡ് ആയിട്ട് സൈഡ് സീറ്റിൽ റീൽസ് കണ്ടിരിക്കുന്ന ഒരു ഭർത്താവാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ട് സാർ? ഭാര്യ വണ്ടി ഓടിക്കുമ്പോൾ ആർക്കും ഇങ്ങനെ സന്തോഷം, അങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു. എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ഞങ്ങൾ സാറിനെ ഇന്ന് കാണാൻ പോയായിരുന്നു. അപ്പോൾ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒറ്റ ചോദ്യം മാത്രം. സാർ അവസാനമായിട്ട് തന്ന സമ്മാനം എന്തായിരുന്നു? വാഗ്ദാനം മതിയോ? സത്യമാണോ ഈ പറയുന്നത്? വാഗ്ദാനം പോരാ, സമ്മാനം തന്നെ വേണം. ഒരു സൽവാർ മെറ്റീരിയൽ. സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞ അതിലൊക്കെ വലിയ കൂടിയൊരു ഗിഫ്റ്റായിരുന്നു. എൻ്റെ 3ാമത്തെ കുട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ആൻസർ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കപ്പിളാണ്. സൽവാർ പറഞ്ഞിരുന്നു. മേഡം വണ്ടി ഓടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സൈഡ് സീറ്റിൽ ഇരുന്ന് റീൽസ് കാണുമെന്ന് ചോദിച്ചപ്പോൾ നെവർ എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും? അതെന്താന്ന് എനിക്കറിയില്ലല്ലോ. എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കണു, അതെന്താ? ഹാപ്പി വനിതാ ദിനം. സെയിം ടു യു. ഹലോ. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിലെ ഒരു മോസ്റ്റ് സീനിയർ ജനറൽ ഫിസിഷ്യൻ ഡോക്ടറെയാണ്. അപ്പോൾ കൺസൾട്ടൻറ്റ് ഒരു മിനിറ്റ്, നീ ഒന്നും പണയണ്ട. കൺസൾട്ടൻറ്റ് ജനറൽ മെഡിസിനിലെ ഡോക്ടർ ജസ്ലി കെ എബ്രഹാം. സാറിൻ്റെ വൈഫും ഇതുപോലെ തന്നെ. എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യണം സാർ? 15 വർഷമായിട്ട്. സാറ് ഇരിക്കുന്നില്ല, ഇരിക്കുന്ന ഞാൻ പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോ. സാറും മേഡം ഒന്നിച്ചാണോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്? അതെ. പോകുന്നതും ഒന്നിച്ചാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ എണീറ്റ് 2 പേരും കൂടെ ആയിരിക്കും ചപ്പാത്തി വരുന്നത്, 2 പേരുടെ ആയിരിക്കും കറി ഉണ്ടാക്കുന്നത്, 2 പേരുടെ ആയിരിക്കും കുട്ടിയെ ഒരുക്കുന്നത്. രാവിലത്തെ റൊട്ടീൻ ഒന്ന് പെട്ടെന്ന് പറയുമോ? കുട്ടികളെല്ലാം പ്രായമായി, പക്ഷേ രാവിലത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ജോലിക്കാരി ഇല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ ജോയിൻ ചെയ്താണ് ഷെയർ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യും. ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ഒരു വനിതാ ദിന ആശംസകൾ.
ഹാപ്പി വിമൻസ് ഡേ അത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. അതെല്ലാം ഉണ്ട്. അതിലെല്ലാം നടക്കുന്നുണ്ട്. താങ്ക് യു സാർ. വന്നാട്ടെ വരൂ വാ കുട്ടാ. മേഡം 15 വർഷമായിട്ട് ജസ്ലി സാറിന്റെ ഒപ്പം തന്നെ സെയിം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. രാവിലെ എങ്ങനെ സാറ് മേഡം എല്ലാ പണിയൊക്കെ ചെയ്ത് എണീറ്റ് സാറ് രാവിലെ പത്രം വായിച്ചിരിക്കുമ്പോൾ കോഫി കൊടുക്കേണ്ട അവസ്ഥയാണോ? ഒരേപോലെയാണോ? കുറേ ദിവസം അച്ഛൻ എനിക്ക് ചായ ഉണ്ടാക്കി തരാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാത്തിനും ചെയ്യാറുണ്ട്. റിയലി ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമണിന് പകരം ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൻ ദർ ഇസ് എ മാൻ. ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. താങ്ക് യു മാം. അപ്പോൾ മാഡത്തിന് സാറ് വലിയൊരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു വനിതാ ദിന ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു. ഹാപ്പി വിമൻസ് ഡേ. ഇനി നമ്മൾ ഒരു ആശുപത്രി കാലങ്ങളിലെ പ്രണയ കഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു ചെറിയ കഥയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിങ്ങും ഇൻഷുറൻസും പരസ്പരം എപ്പോഴും ഇൻ്റർ കണക്ഷനുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ആ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റാഫ് തീരുമാനിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബന്ധം ഒരിക്കലും തകരാതിരിക്കാൻ അവർ തമ്മിൽ പ്രണയിച്ചങ്ങ് കെട്ടാമെന്ന്. അപ്പോൾ ആ കപ്പിളിനെയാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഡോക്ടർ അനിറ്റ ആൻഡ് ടിബിൻ. പറ, എന്താ പറയണ്ടേ? പറ മറ്റേ കഥ. ഇൻഷുറൻസ് ജോലി എടുക്കാൻ വന്ന് ബില്ലിങ്ങിലെ പയ്യനെ വളച്ച് കല്യാണം കഴിച്ച കഥ. അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇവിടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുമായിരുന്നു. മറ്റൊരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടു. അപ്പൊ എനിക്ക് പ്രണയിക്കാൻ തോന്നി. പ്രണയിച്ചൊന്നുമില്ല. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. ആര്യ ബോസ് ആണ് അപവാദം പറഞ്ഞു വരുത്തുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ടിബിൻ ജോയിയുടെ മുൻകാല പ്രണയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. ചേട്ടായി കോഫി. അദ്ദേഹത്തിന്റെ വൈഫ് ഇദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചേട്ടായി എന്നാണ്. വനിതാ ദിനമാണ്. അപ്പൊ ഭാര്യയ്ക്ക് ആദ്യം തന്നെ ഒരു വനിതാ ദിന ആശംസകൾ പറയും. പ്രിയപ്പെട്ട ഭാര്യയ്ക്കും ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വക വനിതാ ദിന ആശംസകൾ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഒരു കാര്യം മാത്രം, താങ്കളുടെ മുൻകാല പ്രണയത്തെ പറ്റി ഭാര്യയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് അവൾ തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓ നോ, അങ്ങനെയല്ല ഭാര്യ പറഞ്ഞ. അവളങ്ങനെ പലതും പറയുമെങ്കിലും അത് തന്നെയായിരുന്നു മുൻകാല പ്രണയം. ആണല്ലേ? അപ്പൊ അതിനു മുമ്പ് പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? അതിനു മുന്നൊരു പ്രണയം ഉണ്ടായിട്ടില്ല. ഓക്കെ, അതെന്ത് പറ്റി അങ്ങനെ? അത് സിഗ്മാമിയിലായിരുന്നു. സിഗ്മ. അപ്പോൾ ഭാര്യയും ഇതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്തും ഇങ്ങനെ പെർഫെക്റ്റ് കപ്പിളായിട്ടിരിക്കട്ടെ. അപ്പൊ സാറേ, നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ച് സാറിന്റെ അല്ല, അവിടെ ഇരിക്കും സാറേ. 2 ക്വസ്റ്റ്യൻ മാത്രം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇത് നമ്മളുടെ ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് ഡോക്ടർ മാത്യൂസ് ജെ ചൂരക്കൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫും തൊട്ടപ്പുറത്ത് 2 മതിലുകൾക്കപ്പുറം എന്ന് പറയുന്ന പോലെ അല്ലേ, തൊട്ടപ്പുറത്ത് ഗൈനക്കോളജി വിഭാഗത്തിലുണ്ട് ഡോക്ടർ അനുജ സെബാസ്റ്റ്യൻ. സാറ് സ്ഥിരമായി വൈഫിന് എല്ലാ വർഷവും UK അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് അങ്ങനെ പല രാജ്യങ്ങളുടെ പേരിൽ നമുക്ക് അടുത്ത വേനലവധി ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുകയും കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് മൂന്നാറിൽ മാത്രം പോകുന്നതായിട്ടും ഒരു കഥയുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ ഈ മൂന്നാർ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. അടുത്ത പ്രാവശ്യം ഏതായാലും മൂന്നാർ ഞങ്ങൾ ക്രോസ് ചെയ്തിരിക്കും. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. വട്ടോടെ പോയി. ഇനി നമുക്ക് തമിഴ്നാടാണ്. ഒരാട്ടി പൊളി സ്ഥലമുണ്ട്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നമ്മുടെ രാജ്യം കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. അപ്പൊ മേഡത്തിന്റെ സ്വിറ്റ്സർലൻഡ് ഇപ്പോഴും സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. സ്വിറ്റ്സർലൻഡ് ഇവിടെ ഉള്ളപ്പോൾ അങ്ങോട്ടെന്തിനാ പോകുന്നത്? സാർ ഇങ്ങനെ പറയുന്നുണ്ട്, വനിതാ ദിനമാണ്, അവർക്ക് സ്വിറ്റ്സർലൻഡ് കാണുന്നത് കാണിക്കണം. അതിന് ഞാൻ യൂട്യൂബിൽ ഇഷ്ടംപോലെ കാണിക്കാമല്ലോ. ഓക്കെ, അനുജ മേഡത്തിന്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്താണ്? അനുജ മേഡം ഭയങ്കര അംബീഷ്യസ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, പഠിപ്പിസ്റ്റ് ആണ് കേട്ടോ. പഠിച്ച എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ റാങ്ക് ഹോൾഡർ ആണ്. അത് കണ്ടിട്ടാണ് ആ ഒരു പഠനത്തോടുള്ള ത്വര കണ്ടിട്ടാണോ സാറ് കല്യാണം കഴിച്ചത്? ഇല്ല, അന്നേരം ഞാൻ അറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ആലോചിച്ചു. അനുജ മേഡത്തിന്റെ ഫേവറേറ്റ് കളർ ഏതാ? പുള്ളിക്കാരത്തിയുടെ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഇപ്പം പൊതുവെ. ഈസി ആൻസർ ആണ്. ഡാർക്ക് ഷെയ്ഡുള്ള എല്ലാ കളറും ഇതിൽ പെടുന്നതുകൊണ്ട് സാറ് വളരെ സേഫ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ മൂന്നാർ മാറ്റി സാറ്
സ്വിറ്റ്സർലൻഡിന് പോകുന്ന ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അപ്പൊ കല്യാണം കഴിക്കാൻ ശ്രദ്ധിക്കുക, എല്ലാ പ്രാവശ്യം വാഗ്ദാനങ്ങൾ കൊടുക്കുക, എന്നിട്ട് മൂന്നാറിലേക്ക് പോകുക. സ്വിറ്റ്സർലാൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്നേ. താങ്ക് യു സർ. മാഡം നമസ്കാരം, ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. അനുജ ഡോക്ടറും മാത്യു സാറും എല്ലാ അവധിക്കും മൂന്നാറിൽ പോകുന്നു. ഇതുവരെ ഒരു കൺട്രി മാറി പോയിട്ടില്ല. അപ്പൊ മേഡം തുടർച്ചയായിട്ട് UK, അമേരിക്ക, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ, ഇങ്ങനെ പല സ്ഥലങ്ങൾ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാ പ്രാവശ്യം മൂന്നാറിന് പോകും. അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് മേഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മൂന്നാറാണ്. സാറ് പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഇത്തവണയെങ്കിലും സ്വിറ്റ്സർലൻഡ് പോവാം. പക്ഷേ മേഡം സമ്മതിക്കുന്നില്ല. മൂന്നാറിൻ്റെ ആ പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയും മറ്റെങ്ങും ഇല്ലയെന്ന് പറയുന്നത്. അപ്പൊ ഇത് സത്യം മാത്രമേ പറയാവുള്ളൂ. നേരറിയാൻ CB എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ സത്യം പറയും. സാർ അങ്ങനെ നിർബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മൂന്നാർ മാത്രം പോകുന്നത്? സാർ ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല. സാർ എവിടെയെങ്കിലും ഒന്ന് പോണെന്ന് പറയുമ്പോ വേഗം മൂന്നാറിലേക്ക്. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? മൂന്നാർ പല സ്ഥലങ്ങളിലും ഒരു പ്രാവശ്യം മാട്ടുപ്പെട്ടി പോകും, ഒരു പ്രാവശ്യം വട്ടവട പോകും. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. അങ്ങനെ മൂന്നാറിന്റെ ഓരോ സ്ഥലങ്ങളെങ്കിലും മാറി മാറി മൂന്നാറിന്റെ ഓരോ വാർഡുകളിലും ഇവർ പോന്നുകൊണ്ടിരിക്കുകയാണ്. സാറിനോട് ഞങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. മേഡത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? മേഡം ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത്. ഞാൻ ആകപ്പാട് ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. ആകെ ഉണ്ടാക്കിയൊരു സാധനം ബിരിയാണി. പക്ഷെ സാറ് പറഞ്ഞ ആൻസർ അതല്ല കേട്ടോ. സാറ് പറഞ്ഞ അനുജ ഡോക്ടറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അംബീഷ്യസ് ആണ്, പഠിപ്പിസ്റ്റാണ്. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം അല്ലേ? ഓക്കെ, സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഏതാ? ഓണസ്റ്റ് ആണ്. ഓക്കെ, സാറ് സത്യസന്ധനാണ്. അതെ. അപ്പൊ മൂന്നാറ് മാറ്റി പിടിക്കും ഇത്തവണെങ്കിലും. മേഡം ഇത്തവണെങ്കിലും സമ്മതിക്കണം വിദേശത്ത് പോകാൻ. തൊടുപുഴയുടെ ഇടുക്കിയുടെ സ്വന്തം ജോസ് ഡോക്ടറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. സാറിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോസ് സാറിൽ നിന്നും ഈ ഒരു വനിതാ ദിന സന്ദേശം വളരെ ഷോർട്ടായെന്ന് കേൾക്കാം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് once you strengthen the women folk, the society will improve. കാരണം നമ്മുടെ ജീവിതകാലം ഞാൻ മുഴുവൻ കണ്ടതും ഒരുപക്ഷെ അന്ന് ഈ പഴയ കാല ജീവിതത്തിലും എല്ലാവരും അനുഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല കൺസ്ട്രെയിൻസിനും സ്ത്രീകൾക്കുണ്ട്. അത് സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് മുതലെടുക്കുകയാണ്. അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനുള്ള ആക്ഷൻസ് ഇനിയുള്ള വരും കാലങ്ങളിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഇത് മിസ്റ്റർ ജോസ് പ്രസാദ്. അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നത് സന്തോഷ് എന്നാണ്. ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കുന്ന പേരാണ് വിമൽകുമാർ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാ. സന്തോഷേ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോൾ സന്തോഷേട്ടൻ്റെ വൈഫാണ് ഇത്. ഇവിടുത്തെ ഗ്രാഫിക് ഡിസൈനറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇവര് എത്ര വർഷം പ്രേമിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാഞ്ചനയും മൊയ്തീനും വരെ സൈഡിലോട്ട് മാറി നിൽക്കും. 10 വർഷം ട്രൂ ലവ് ആയിരുന്നു. സന്തോഷേട്ടൻ വളരെ നല്ല വ്യക്തിയാണ്, ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം. അപ്പോൾ ഇന്ന് വനിതാ ദിനമാണ്. അപ്പോൾ വനിതാ ദിനത്തിൽ സിസി ചേച്ചിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സന്തോഷേട്ടനിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ, ജീവിത പങ്കാളി എന്ന നിലയ്ക്ക് എങ്ങനെയായിരുന്നു? വളരെ നല്ലതായിരുന്നു. 10 വർഷത്തെ പ്രണയം എത്രാം ക്ലാസ് തൊട്ടാ തുടങ്ങി? 10 തൊട്ടല്ലോ, 1ാം ക്ലാസ് മുതൽ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാണല്ലേ? 1ാം ക്ലാസ് തൊട്ട് ഒന്ന് ആണല്ലേ? മേഡം ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. ഒരു വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ചെറിയ ഉടായ്പകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അവിടുത്തേന്ന് വെച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പൊ ഉണ്ട്. കഴിഞ്ഞ ഹസ്ബൻഡ് വന്നു. അപ്പൊ തൊട്ടപ്പുറത്തെ ഇവിടുന്ന് രാമചേട്ടാ അല്ലേ? അതൊരു ഭാരമാണോ ആക്ച്വലി? അല്ലല്ല, ഭയങ്കര വളരെ വളരെ നല്ലതാണ്. എൻ്റെ ഹസ്ബൻഡ് സാധാരണ ഹസ്ബൻഡ്സിനെ പോലെയല്ല, വളരെ ഡിവിഷൻ ഓഫ് ലേബറിൽ വിശ്വസിക്കുന്ന ആളാണ്. മെറ്റീരിയൽ ആണ് ഹസ്ബൻഡ് മെറ്റീരിയൽ. യെസ്, എവറി സെൻസ്. അപ്പം ഇവിടെ സാർ വന്നതില് കിട്ടിയ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വളരെ ഈക്വലായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ വീട്ടിലെ പണി, പിള്ളേരെ ഞാൻ നോക്കുമ്പോൾ അടുക്കള കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നു. സീരിയസ് ആയിട്ട് നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഓർക്കുക, ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യുക. മേഡം എല്ലാ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലും ആക്റ്റീവാണ്. രാമു സാറിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റ്
ഹീ സിങ്സ് റിയലി വെൽ. ഓ, നന്നായിട്ട് പാടും. നന്നായിട്ട് പാടും. ഡാൻസ് ഇല്ല തീരെ കഴിവില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണ്. ഇപ്പൊ നമ്മള് രഞ്ജിനി മാഡത്തിനെ ഇപ്പൊ കണ്ടിട്ട് വന്നുള്ളൂ. നെഫ്രോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അധികം ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട, അവിടെ നിന്ന് ഒരു കാലിംഗ് വെച്ച് ഞാൻ സാറിന്റെ റൂമിലേക്കാണ്. ഇത് ഡോക്ടർ രാമു കൃഷ്ണൻ, നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്. സാറ് മേഡത്തിനെ അല്ലായിരുന്നെങ്കിൽ ഫിലിം ഫീൽഡിലെ ഒരു നടിയായിരുന്നു കിട്ടുന്നെങ്കിൽ ആരെ കല്യാണം കഴിച്ചേനെ? ഒരാളെ പറയണം. ശോഭനായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ്. ശോഭന. സാർ, ഇതിന്റെ ബാക്കിയായിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഭാര്യയ്ക്ക് ഒരു വനിതാ ദിന ആശംസകൾ കൊടുത്തേക്കും. ഹാപ്പി വിമൻസ് ഡേ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടും ജനറൽ സർജറി വിഭാഗം കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ടോമി മാത്യു സാറാണ്. ആദ്യമേ തന്നെ BMHലെ എല്ലാ വനിതാ സുഹൃത്തുക്കൾക്കും എംപ്ലോയീസിനും വിമൻസ് ഡേയുടെ ആശംസകൾ ആദ്യം നേരുകയാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കോട്ട്, വിമൻസ് ഡേയെ സംബന്ധിച്ച് വന്നൊരു കോട്ട്, ഇഫ് യു വാണ്ട് സംതിങ് ടു ബി സെഡ് ആസ്ക് എ മാൻ ആൻഡ് ഇഫ് സംതിങ് ടു ബി ഡൺ ആസ്ക് എ വുമൻ. അപ്പോൾ വിമൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും. നന്ദി. ആദ്യമായിട്ടൊരു നേഴ്സ് ആൻഡ് ഫാർമസി കപ്പിൾ അപ്പോൾ പരിചയപ്പെടാൻ പോവുകയാണ്. പേര്? എൻ്റെ പേര് ജയലക്ഷ്മി. ഇത് ഹസ്ബൻഡ് ഇവിടെ തന്നെ? ഹസ്ബൻഡ് ഇവിടെ തന്നെ, പ്രദേശ് എന്നാണ് പേര്. സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നത്. സ്റ്റോർ, ഫാർമസി സ്റ്റോറിൽ അല്ലേ? ഓക്കെ. ഒരു ചെറിയ ചോദ്യം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഉണ്ടാക്കിയ ഫൈറ്റ്, വഴക്ക് എന്തിനായിരുന്നു? വഴക്കില്ലാന്നൊന്നും പറഞ്ഞു കളയരുത്. പ്രതീക്ഷയുടെ പല ദിവസം ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വഴക്കൊണ്ടാണ്ട് സമയം കിട്ടാറില്ല. എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയ പണ്ടങ്ങാണ്ടുണ്ടാക്കിയ വഴക്ക്. ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല അത് അല്ലേ? ഇടയ്ക്കൊക്കെ. പ്രതീക്ഷേട്ടൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് അറിയോ? അറിയത്തില്ല. പാസ്വേഡ് ഓപ്പൺ ആക്കാണ്ട് അറിയാം. ഓപ്പൺ ആക്കാനുള്ള പാറ്റേൺ ആണോ? അതൊന്നും അറിയത്തില്ല. ആണല്ലേ? ഗൂഗിൾ പേയുടെ ഒന്നും അറിയത്തില്ല. ഗൂഗിൾ പേയുടെ ഒന്നും അറിയത്തില്ല. അത് വേണ്ട. ഫോണിന്റെ അതെടുത്ത് നോക്കാറൊക്കെ ഉണ്ടോ ഇടയ്ക്ക്? എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. സമയം കിട്ടാൻ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ കഥ എന്താണെന്ന് അറിയാൻ നമുക്ക് പ്രതീക്ഷയുടെ അടുത്തേക്ക് പോവാം. ഹാപ്പി വനിതാ ദിനം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്ത് ഒരേ സ്ഥാപനത്തിൽ പോകുന്നതിൽ എപ്പോഴും ഹാപ്പിയാണ്? ഹാപ്പിയാണ്. എല്ലാരും പറയുന്നു നിങ്ങളാണ് ഫാർമസി സ്റ്റോറിലെ ഏറ്റവും വലിയ സുന്ദരൻ എന്ന്. ഇന്നലെ എനിക്ക് സൂചന കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങള് ഭാര്യയുടെ അടുത്തുനിന്ന് പോയായിരുന്നു. ഇത്രയും മോശപ്പെട്ട അഭിപ്രായം. മോശം അഭിപ്രായം എന്നെ കുറിച്ചാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടില്ല? ഞങ്ങൾ കുറച്ച് ചോദ്യമൊക്കെ കൂടെ ചോദിച്ചായിരുന്നു. അപ്പൊ എല്ലാത്തിനും ആഗ്രഹം, ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വഴി വേണത് പുറം ലോകം അറിയാന്ന് പറഞ്ഞു. ചേട്ടന്റെ ഫോൺ ഒന്നെടുത്ത് പരിശോധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുന്നില്ല, പാസ്വേഡ് അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. നോക്കാൻ കൊടുത്തേക്കാം. ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പലരും പറയുന്നു. ആക്ച്വൽ പ്രായം എന്ന് പറയുമോ? പറയൂല. ലാസ്റ്റ് എന്ന ആളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ കഴിക്കാൻ പോയത് കഴിഞ്ഞ ആഴ്ച. ഒരു വർഷമെങ്കിലും ആയി കുറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എന്നും 5 മണിക്ക് ചായ കുടിക്കണ്ടായിരുന്നു. അതിവിടെ ക്യാൻറ്റീനിൽ. എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഇവിടുന്ന് പ്രതീക്ഷേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ. ഷീജ ചേച്ചിയാണ് ഇവിടുന്ന് ജയലക്ഷ്മി സിസ്റ്ററിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത്. ഞാനല്ല. ഇനി നീ എങ്ങാനും. അപ്പൊ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് നല്ലൊരു വനിതാ ദിനം ആശംസിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും എൻ്റെ എല്ലാ ആശംസകളും ഡിസ്ക്രിപ്ഷൻസ്. അപ്പൊ റോസ്മിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഉണ്ണി അറിയപ്പെടുന്ന ബോഡി ബിൽഡറാണ്, സൂംബ ട്രെയിനറാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എത്ര മുട്ടവെള്ളം കഴിക്കും? ഇപ്പൊ കുറവാണ്. എത്ര? എന്നാലും 5 എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. 5 മുട്ടവെള്ളം. മാക്സിമം എത്രയായിരുന്നു? മാക്സിമം ഒരു 10 വരെ കൊടുത്താലും. 10 വരെ. അതിന്റെ ഉണ്ണികൾ ആര് കഴിക്കും? ഉണ്ണികളെ വീട്ടിലെ റൂബി കഴിക്കും. വീട്ടിലെ റൂബി ആരാ? പട്ടി. ഉണ്ണിക്കൂട്ടനെ കണ്ട് ചോദിക്കാം മുട്ടവെള്ളയുടെ കണക്കൊക്കെ ശരിയാണോ എന്ന്. അത് റോസ്മിൻ പറഞ്ഞാണോ സത്യം അല്ലേ? താങ്ക് യു. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടൊരു ബോഡി ബിൽഡർ ഇവിടെ ഉണ്ടെന്ന്. ഇതാണ് ആ മുതൽ അല്ലേ? അപ്പൊ ഞങ്ങള് വൈഫിനെ ഒന്ന് കണ്ടായിരുന്നു.
ഞങ്ങളൊരു കണക്ക് അവിടെ ചോദിച്ചായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് എത്ര മുട്ട വെള്ള വരെ കഴിക്കും? ഞാൻ ഇപ്പോൾ ആവശ്യമായിട്ട് ഒരു 5 എണ്ണം ഡെയിലി കഴിക്കുന്നുണ്ട്. നേരത്തെ ഒത്തിരി കഴിക്കണം, 10-15 എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു കുറച്ച് ഡയറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് തുടങ്ങി. റോസ്മിനെ ഞങ്ങൾ കണ്ട് ഈ ഫുഡിന്റെ ഡയറ്റ് ചോദിച്ചത് ആ കൊച്ചു പൊട്ടിത്തെറിച്ചു ഞങ്ങളെടുത്ത്. അവൻ കാരണം ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു, കാർഷിക ലോൺ എടുത്തു, ഗോൾഡ് വിറ്റു, അവന്റെ മുട്ടവെള്ളം പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് നിങ്ങളുടെ വീട്ടിൽ എന്നാണ് റോസ്മിൻ പറഞ്ഞത്. അല്ല, റോസ്മിൻ അങ്ങനെയാ പറഞ്ഞത്. ഇല്ല, അവൾ പറയില്ല. അവൾ ഓൾറെഡി എനിക്ക് എന്നെ സപ്പോർട്ടിങ് ആണ്. റോസ്മിന്റെ ഇഷ്ടപ്പെട്ട ഹോബീസ് എന്താണ്? ഉണ്ണിക്കുട്ടൻ സപ്പോർട്ട് ചെയ്ത് റോസ്മിനെ വളർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു അവൾക്ക് കൂടുതൽ യാത്രയാണ് കൂടുതൽ ഇഷ്ടം. യാത്രയാണ് ഇഷ്ടം യാത്ര സഞ്ചരിക്കാൻ അവൾക്ക് കൂടുതലും താല്പര്യങ്ങൾ. ലോങ് യാത്ര. ലാസ്റ്റ് പോയ ലോങ് യാത്ര ഏതാണ്? ഡൽഹി. ഇന്ത്യക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം. അടുത്തതായി എത്തിയിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലെ അടുത്ത കപ്പിൾ ഡോക്ടേഴ്സിൽ ഒരാളുടെ അടുത്തേക്കാണ്. ENT വിഭാഗത്തിലെ ഡോക്ടർ ലീസ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ അനിൽ ഓർത്തോപീഡിക് സർജനാണ്. അപ്പോൾ ആളെ നമ്മൾ വഴിയെ കാണും. വളരെ മാതൃകാ ദമ്പതികളാണ് എപ്പോഴും. അപ്പം മേഡത്തിൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിലും ജീവിതത്തിലുമൊക്കെ സാർ എന്നും ഈ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരേ ഫാമിലിയിൽ വന്ന് ജോലി ചെയ്യുന്നത് പോലെ തന്നെ സപ്പോർട്ടീവ് ആണോ എങ്ങോളും? ഓക്കെ. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ മേഡത്തിന് അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ പങ്കാളി എന്നെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഞാനൊരു ശക്തിയായ വുമണാകാൻ സഹായിക്കുന്നു. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരു വനിതാ ദിന ആശംസകൾ പറഞ്ഞേക്കും. ഹാപ്പി വിമൻസ് ഡേ. ഓക്കെ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അനിൽ ജെ തോമസ്, നമ്മുടെ ഓർത്തോപീഡിക് സർജനാണ്. സാറ് എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ 11 years പ്ലസ് ആയി. ലീസ മാഡം? സെയിം ടൈം. മാഡത്തിന് ഷൂ സൈസ് എത്രയാണ്? അറിയത്തില്ല, 7 ആയിരിക്കണം. സത്യം. അവസാനം പോയ സ്ഥലം? കറങ്ങി അടിക്കാനായിട്ട് പോയത് ലാസ്റ്റ് പോയത് ഓസ്ട്രേലിയ. മെൽബൺ. ഓക്കെ, താങ്ക് യു സാർ. ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ടുള്ള ENT കൺസൾട്ടന്റ് ഡോക്ടർ പോൾ കെ എബ്രാഹിമിനൊപ്പമാണ്. ഹായ് സാർ. അതെ, നീയാണോ? അതെ, ഞാനാണ്. ഹായ് ബൈ. സാറിന്റെ കൂട്ടത്തിൽ ഒരു വനിത കുറെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്നു. ഇന്നത്തെ വനിതാ ദിനത്തിൽ ഈ വനിതയിലെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ് സാറിന് തോന്നിയിരിക്കുന്നത്? നമുക്കെപ്പോഴും വനിതകൾ കൂടെ ഉള്ളത് പല രീതിയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു ലേഡി പേഷ്യൻ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാനും അവരെയൊക്കെ ഒന്ന് പറഞ്ഞിരുത്താനും ഒക്കെ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇച്ചിരൂടെ നല്ലത് ലിസയായിരിക്കും. ആണല്ലേ? ആർദ്രത സംസാരത്തിൽ. അതെ. പിഞ്ചു കുഞ്ഞാണല്ലേ. അപ്പം ലിസ മാഡത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന ക്വാളിറ്റി എന്താണ്? ലിസ മാഡം എനിക്ക് കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാൻ ലിസ കൂടെ ഉള്ളത് ഭയങ്കര അനുഗ്രഹമാണ്. നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. HR-ലെ ആളാ. ലീവ്, സാലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അഞ്ജലിയോട് പ്രത്യേക സ്നേഹമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് മാത്രം. അഞ്ജലി S അല്ലേ ഇനിഷ്യല്? അവസാനം S പറഞ്ഞ എന്തിനാ? എൻ്റെ കല്യാണമാണ്, April 20th മാരേജ് ആണ്. അതാണ് S പറഞ്ഞത്. താങ്ക് യു. ഹാപ്പി വിമൻസ് ഡേ. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ ഇടാ. 32 വർഷമായി നമ്മുടെ ഹോസ്പിറ്റലിൽ, ചാഴികാട്ട് ഹോസ്പിറ്റലിലും അതുപോലെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും മറ്റു ഹോസ്പിറ്റലിലൊക്കെ കൂടി 32 വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ മീന സോമൻ മേഡത്തിൻ്റെ ഒപ്പമാണ് ഞാനുള്ളത്. മേഡത്തിൻ്റെ പ്രണയ വിവാഹമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണ്. അതിലെന്തോ ഒരു കൗതുകപരമായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സാറായിരുന്നു. എന്നെ പഠിപ്പിച്ച് പുള്ളി കാരണമാണ് സത്യത്തിൽ എനിക്ക് MBBS അഡ്മിഷൻ കിട്ടിയത്. അതിനുള്ള ഡയറക്ടർ എല്ലാം തന്നത് പുള്ളിയാണ്. അതാണ്. ഓക്കെ. അപ്പൊ സാറിനെയാണ് പ്രേമിച്ച് കെട്ടിയിരിക്കുന്നത്. അതെ. അപ്പൊ ഇപ്പോഴത്തെ കാലത്തിലെ പ്രേമം സിനിമയൊക്കെ അനുകരിച്ച് നടക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക, വർഷങ്ങൾക്ക് മുമ്പും അങ്ങനത്തെ ട്രെൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. കപ്പിൾ ഡോക്ടർമാരെ കപ്പിൾ സ്റ്റാഫൊക്കെ ഉണ്ട്. അതിലേറ്റവും ഐഡിയൽ കപ്പിളായിട്ട് തോന്നിയേക്കുന്നത് ഏത് കപ്പിളിനെയാണ്? എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ആരെയും അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല.
ഇത്തവണ വനിതാ ദിനത്തിൽ നമ്മൾ ഈ കപ്പിൾ ഡോക്ടേഴ്സിനെ കേന്ദ്രീകരിച്ചെടുത്തത് നന്നായി തോന്നുന്നു അല്ലേ? വളരെ നന്നായി തോന്നുന്നു. കാരണം ഇത്രയധികം ഫാമിലീസ് നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളും സജഷൻസും കിട്ടുന്നത് അവരുടെ അടുത്ത്. ഇത് മറ്റൊരു വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനെയും അല്ലെ വർക്ക് ലൈഫിനെ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സപ്പോർട്ടീവായിട്ട് തോന്നി എല്ലാവരുടെ ഞാൻ പോകുന്നു. ബൈ ബൈ. നിങ്ങൾ കണ്ടു, ഇവരെല്ലാവരും വളരെയധികം സന്തോഷവതികളായി ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പോൾ സാമൂഹ്യവൽക്കരണവും തൊഴിൽപരമായി നമ്മൾ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമൊക്കെ ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് ഉയർത്തും. അതിന് സപ്പോർട്ടീവായിട്ടുള്ള അവരുടെ പങ്കാളികളെയും അല്ലെങ്കിൽ ഒരു പുരുഷ സമൂഹത്തിനെ പറയുകയാണെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷ സമൂഹമാണ് നമ്മളുടെ ഈ ആശുപത്രിക്കുള്ളിലുള്ളത്. ലോകമെമ്പാടും സമൂഹത്തിലെമ്പാടും എല്ലാ കുടുംബങ്ങളിലും സ്ത്രീയും പുരുഷനും തുല്യരായി ജീവിക്കട്ടെ. സാമ്പത്തികപരമായും സാമൂഹികപരമായും സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ജീവിക്കട്ടെ. ഹാപ്പി വിമൻസ് ഡേ.